യെസ്, കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ആശങ്കയായി പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ദിവസവും ആയിരക്കണക്കിന് പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ് എന്നിവ ബാധിച്ചവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ജില്ലയിലെ കൊറോണ കേസുകളും കൂടുന്നതും ആരോഗ്യമേഖലയ്ക്ക് വെല്ലുവിളിയാകുകയാണ്. വിവരങ്ങളുമായി ദിസ്ര ചേരുന്നുണ്ട്. ദിസ്ര, ഈ പകർച്ചവ്യാധി അത് ഇപ്പോൾ കോഴിക്കോട് മേഖല മാത്രമല്ല തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. എന്താണ് മലബാർ മേഖലയിലൊരു അവസ്ഥ? ആരോഗ്യ മേഖലയിൽ കോഴിക്കോട് പ്രത്യേകിച്ച് നിപ്പ ഉൾപ്പെടെയുള്ള സാഹചര്യമൊക്കെ അവിടെ വലിയ പ്രതിസന്ധി മുൻപ് സൃഷ്ടിച്ചിരുന്നു. സമാനമായ രീതിയിൽ പകർച്ചവ്യാധി ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. എന്താണ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ മേഖലയും ഒക്കെ പങ്കുവെക്കുന്ന വിവരങ്ങൾ? ഉമേഷ്, തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പയുടെ ആശങ്കയിൽ നിന്നൊക്കെ തന്നെയും കോഴിക്കോട് ജില്ല മുക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കോഴിക്കോട് ജില്ലയിലുള്ളത്. ഏകദേശം ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് എന്നാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്ക്. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മാസം തന്നെ ഏകദേശം 25,211 പേരാണ് പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിയത്. മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലുമായി നിരവധി പേർ ചികിത്സയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും അടുത്ത് പറയേണ്ടത് ഈ അടുത്തായി കോവിഡ് ബാധിച്ച് കോഴിക്കോട് ജില്ലയിലെ 2 പേര് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ സംസ്കാരം ഒക്കെ തന്നെയോ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തിയിരുന്നത്. ഇവരുടെ ബന്ധുക്കൾ ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നിലവിലുണ്ടായിരുന്നു. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ചിക്കൻ ബോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികളാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിലൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. മാസ്ക് നിർബന്ധമായും ധരിക്കണം, ആശുപത്രികളിൽ എത്തുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിക്കണം എന്നൊരു കാര്യവും ആരോഗ്യ വകുപ്പ് പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം 25,211 പേരാണ് കഴിഞ്ഞ ആഴ്ചകളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും പനി ബാധിച്ചെത്തിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിലായി 1,174 പേരും 1,247 പേരും 1,053 എന്നിങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട പനി ബാധിതരുടെ എണ്ണം. ഈ മാസം മാത്രം 102 പേർക്ക് ഡെങ്കിപ്പനിയും 17 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ വയറിളക്കവും മഞ്ഞപ്പിത്തവും ബാധിച്ച നിരവധി പേർ ആശുപത്രി ചികിത്സ തേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് എന്നൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പകർച്ചവ്യാധികളുടെ ഒരു പടർന്നു പിടിക്കൽ കാരണം ഇത്തരത്തിൽ ആരോഗ്യ മേഖല വലിയൊരു വെല്ലുവിളി തന്നെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യ മേഖല ഈ ഒരു പ്രതിസന്ധിയെ കാര്യക്ഷമമായി എടുക്കുന്നില്ല എന്നൊരു ആരോപണവും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. 9 പേരാണ് നിലവിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കൂടാതെ ബീച്ച് ആശുപത്രിയിലെ 4 പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേർക്കാണ് ബീച്ച് ആശുപത്രിയിൽ കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ദിനം പ്രതി പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനവ് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്ന അടക്കമുള്ള കൊറോണ മരണമൊക്കെ ഈ ഘട്ടത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോടാണ്. കൊറോണയുടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കോഴിക്കോട് മാത്രമല്ല മലബാർ മേഖലയിൽ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ കൊറോണയുടെ സാഹചര്യം എങ്ങനെയാണ്? ഔദ്യോഗികമായ കണക്കുകളൊക്കെ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം കൊറോണ ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ 2 പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയും മരണശേഷം നടത്തിയ ചികിത്സയിലാണ് കൊറോണ സ്ഥിരീകരണം കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ സംസ്കാരം ഒക്കെ തന്നെയും കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇവരെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇവരുടെ ബന്ധുക്കളെ ഒക്കെ തന്നെയും പരിശോധിക്കുമ്പോൾ നെഗറ്റീവായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ക്വാറന്റൈൻ വേണ്ടവർക്ക് ക്വാറന്റൈൻ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ആരോഗ്യ വകുപ്പ് ചെയ്തിരുന്നു. പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെയും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ബീച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇവരുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെയും ക്വാറന്റൈനിലാണ് കഴിയുന്നത് എന്നൊരു
വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപകമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുണ്ടിനീര്, വയറിളക്കം തുടങ്ങി അത്തരത്തിലുള്ള രോഗങ്ങളും കോഴിക്കോട് ജില്ലയിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ എത്തുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം, കൈകൾ 15 മിനിറ്റ് കൂടുമ്പോൾ കഴുകണം, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആയി ആചരിക്കണം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ദിനംപ്രതി എത്തുന്ന രോഗികൾ 1000-ത്തിലധികം പേരാണ് ആശുപത്രികളിൽ എത്തുന്നത്. വൈറൽ ഫീവർ ആയിട്ടാണ് ഇവർ നിരവധി പേർ ആശുപത്രിയിൽ എത്തുന്നത്. എന്തായാലും വിദ്യാലയങ്ങളൊക്കെ ക്രിസ്മസിന് അടച്ചൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്കൂളുകളിലൊക്കെ തന്നെയും ഒരു പനി പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. വിദ്യാലയങ്ങൾ അടച്ചൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല എലിപ്പനി അടക്കമുള്ള കാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. ഇതിനൊക്കെതിരെ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ആശുപത്രികളിൽ എത്തുന്നവർ മാസ്ക് ധരിക്കണം എന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉമേഷ്, എന്തായാലും കോഴിക്കോട് മലബാർ മേഖലയിലൊക്കെ പകർച്ചവ്യാധി അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ വലിയൊരു വെല്ലുവിളി നിൽക്കുന്നുണ്ട്. അവിടെ കൊറോണ രണ്ട് മരണം സ്ഥിരീകരിച്ച മേഖല കൂടിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും പകർച്ചവ്യാധി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദിസ്റ്റിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.